ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ കന്യാസ്ത്രീ പട്ടത്തിന് പോയി മടങ്ങി വന്ന പെൺകുട്ടി മാതാപിതാക്കൾ കഴുത്ത് ഞെരിച്ച് കൊന്നു എന്ന വാർത്ത വന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. ആലപ്പുഴ മണ്ണഞ്ചേരി ഓമനപ്പുഴയിൽ ജോസ്മോൻ എന്ന ഓട്ടോ ഡ്രൈവർ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ മകളാണ് ഏഞ്ചൽ. ഏഞ്ചലിൻ്റെ അമ്മ ജെസ്സി. ഈ പെൺകുട്ടി കന്യാസ്ത്രീ ആകണമെന്ന് പറഞ്ഞ് നേരത്തെ കന്യാസ്ത്രീ മഠത്തിൽ ചേർന്നു. 4-5 മാസം നിന്ന് കഴിഞ്ഞപ്പം അവിടെ നിന്ന് പിണങ്ങി മടങ്ങി വന്നു. വീട്ടിൽ വന്ന ശേഷം വീട്ടുകാർ ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചയപ്പിച്ചു. അതിനുശേഷം പത്ര വീട്ടിൽ നിൽക്കില്ല, മടങ്ങിപ്പോരും, വീട്ടിൽ വന്ന് നിൽക്കും. അങ്ങനെ ഭർത്താവുമായിട്ട് പിണക്കം. കഴിഞ്ഞ 5 മാസമായി ഭർത്താവിൻ്റെ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ തന്നെയാണ്, ജോസ്മോൻ്റെ പിതാവിൻ്റെ വീട്ടിലാണ് ഈ പെൺകുട്ടി നിൽക്കുന്നത്. 28 വയസ്സുള്ള ഈ കുട്ടി ഇവർക്ക് മക്കളില്ല. ഭർത്താവിൻ്റെ വീട്ടിൽ തിരിച്ചു പോകാൻ മാതാപിതാക്കൾ ഇവളെ നിർബന്ധിച്ചപ്പോൾ ഇവൾ അതിന് വഴങ്ങിയില്ല. അതിനെ സംബന്ധിച്ച് പല ദിവസം വഴക്കായി. ഇതിൻ്റെ ഇടയിൽ പെൺകുട്ടി വീട്ടിലുണ്ട്. ഭർത്താവിൻ്റെ വീട്ടിൽ മടങ്ങാതെ പോകുന്നതിനെ പറ്റി ദിവസവും ആ വീട്ടിൽ വഴക്കുണ്ടാവും. കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച ഇതേപ്പറ്റി വഴക്കുണ്ടായി. ആ സമയത്ത് പെട്ടെന്ന് രാത്രി 8:30 മണിക്ക് സ്കൂട്ടർ എടുത്ത് ഏഞ്ചൽ വെളിയിലോട്ട് പോയി. ആരെ കാണാൻ പോയി എന്നറിയില്ല. തിരിച്ചു വന്നപ്പോൾ ഇതിങ്ങനെ പല ദിവസം ആയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ തിരിച്ചു വന്നപ്പോൾ മാതാപിതാക്കൾ അത് ചോദ്യം ചെയ്തു. അവളുമായിട്ട് വഴക്കായി, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയായി. ആ സമയത്ത് പിതാവ് കയ്യിലിരുന്ന തോർത്തുകൊണ്ട് അവളുടെ കഴുത്തിലിട്ട് ചുറ്റി വലിച്ചു മുറുക്കി. പെൺകുട്ടി കുഴഞ്ഞു വീണു, മരിച്ചു. അവരത് പ്രതീക്ഷിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഒരു വഴക്കായിരുന്നു. കഴുത്തിലെ തോർത്തിട്ട് മുറുക്കി അരിശം വന്നപ്പോൾ എന്തായാലും അവർ പെൺകുട്ടിയെ എടുത്ത് മരിച്ചു എന്ന് മനസ്സിലാക്കിയപ്പം അവളെ ഒരു മുറിയിലെടുത്ത് കിടത്തി. രാത്രി മുഴുവൻ അവരവിടെ ഇരുന്നു. അതോടൊപ്പം ഭാര്യ ജെസ്സിയുടെ സഹോദരൻ സേവ്യർ രാത്രിയിൽ അവിടെ വന്നു. എന്തായാലും അടുത്ത ദിവസം ചൊവ്വാഴ്ച രാവിലെ പെൺകുട്ടി മുറിയിൽ അനക്കമില്ലാതെ കിടക്കുന്നു എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ ജോസ്മോനും ഭാര്യ ജെസ്സിയും കിടന്ന് കരഞ്ഞു ബഹളം വെച്ചു. ആ സമയത്ത് അയൽവക്കത്തുള്ളവരെല്ലാം ഓടിക്കൂടി. വന്നവരെ പെൺകുട്ടിയെ ആശുപത്രി കൊണ്ടുപോകാൻ ശ്രമിച്ചു. ആശുപത്രി കൊണ്ടുപോയി. അവർ വിചാരിച്ചത് പെൺകുട്ടിക്ക് എന്ത് അസുഖം വന്ന് പെട്ടെന്ന് മരണമടഞ്ഞു, അനക്കമില്ലാതെ കിടക്കുന്നു എന്ന് കരുതി അവർ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി ചെന്ന് കഴിഞ്ഞപ്പം ബ്രോഡ് ഡെഡാണ്, മരിച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഡോക്ടർമാർക്ക് സംശയമായി. ദേഹത്ത് മറ്റു മുറിവുകളൊന്നും കണ്ടില്ല. അതേസമയത്ത് കഴുത്തിൽ അവിടെ ഇവിടെയും കൺഫ്യൂഷൻസ് കണ്ടു. ഇതിൽ അവർ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് വന്നു, മണ്ണഞ്ചേരി പോലീസ് വന്നു. ഏതായാലും ഇൻക്വസ്റ്റൊക്കെ തയ്യാറാക്കി പോസ്റ്റ്മോർട്ടം ചെയ്തു. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പം കഴുത്തിലെ ആ പരിക്ക് മൂലമാണ് മരണമടഞ്ഞത്. ശ്വാസം മുട്ടി മരിച്ചു, അല്ലെങ്കിൽ വെയിൻ കട്ട് ചെയ്തു. ഏതായാലും കഴുത്ത് മുറുകി പെൺകുട്ടി 28 വയസ്സുള്ള ഏഞ്ചൽ എന്ന പെൺകുട്ടി മരണമടഞ്ഞു. പോലീസിനെ അറിയിച്ചതുകൊണ്ട് പോലീസ് ഈ സ്ഥലത്ത് വന്ന് മാതാപിതാക്കളെ ചോദ്യം ചെയ്തു. പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുമ്പ് പോലീസിന് മനസ്സിലായി ഇതൊരു മർഡറാണ്. അങ്ങനെ വന്ന് അവിടുത്തെ മണ്ണഞ്ചേരി ഇൻസ്പെക്ടർ ടോൾസൺ ബി ജോസഫും സംഘവും അവിടെ എത്തി. ആ ഇൻസ്പെക്ടർ ജോസ്മോൻ എന്ന ഓട്ടോ ഡ്രൈവറെ ചോദ്യം ചെയ്തു. അതിനുശേഷം ബന്ധുക്കളെ ഓരോരുത്തരും ചോദിച്ച് ആരുടെ ഭാഗത്തു നിന്നാണ് ഈ അപകടം ഉണ്ടാക്കിയത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ബന്ധുക്കളെയും ഭാര്യയും മറ്റവരെയും ചോദ്യം ചെയ്തു. അവരെയൊക്കെ ചോദ്യം ചെയ്യുന്നത് കണ്ട് വിഷമിച്ച് ജോസ്മാൻ കുറ്റം സമ്മതിച്ചു. താനാണ് അവളുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ചത്, അങ്ങനെയാണ് അവൾ മരിച്ചതെന്ന് സമ്മതിച്ചു. ആ സംഭവത്തോടനുബന്ധിച്ച് പോലീസ് ആദ്യം അവരുടെ പിതാവ് ജോസ്മോനെ അറസ്റ്റ് ചെയ്തു. ഭാര്യയ്ക്ക് ഇതിനകത്ത് പങ്കുണ്ടെന്ന് അവരെ ചോദ്യം ചെയ്തെന്നും മറ്റുള്ളവരെ സാക്ഷികളെ ചോദ്യം ചെയ്തെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നൊക്കെ പരിക്കേറ്റ് അത് ഭാര്യയും കൂടെ ചേർന്നാണ് ആ പരിക്ക് പറ്റിച്ചത് എന്ന് കണക്കാക്കി അവരെ ഇവിടെ അറസ്റ്റ് ചെയ്തെന്ന് മനസ്സിലാവുന്നു. രാത്രി അവിടെ വന്ന് തെളിവ് നശിപ്പിക്കാനും മറ്റും കൂട്ടുനിന്നതിന് ജെസ്സി എന്ന ജോസ്മാൻ്റെ ഭാര്യയുടെ സഹോദരൻ അയാളെയും കൂടെ ഇപ്പോൾ പ്രതിയാക്കിയെന്ന് അറിയുന്നത്.
അയാൾ സേവിയർ രാത്രിയിൽ അവിടെ വന്ന് മടങ്ങിപ്പോയി, അന്നേരം തെളിവ് നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഏതായാലും ഈ മരിച്ച കുട്ടിക്ക് ആ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാൻ യാതൊരു മനസ്സുമില്ലായിരുന്നു. 5 മാസമായിട്ട് തുടർച്ചയായിട്ട് ഈ വീട്ടിൽ നിൽക്കുകയായിരുന്നു. കന്യാശ്രമണത്തിൽ നിന്ന് വന്ന കുട്ടിയാണ്. അവളെ കല്യാണം കഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കണം. ഇനി ഒരു സഹോദരിയും കൂടെ വീട്ടിലുണ്ട്. അതുകൊണ്ട് അവളെ നിർബന്ധിച്ച് അയക്കാൻ നോക്കിയിട്ട് അവൾ പോകുന്നില്ല. അതേ സംബന്ധിച്ച് വീട്ടിലൊരു വഴക്കുണ്ടാകുമ്പം ഇവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് സ്കൂട്ടറിൽ കയറിയാണ് പോകുന്നത്. പിന്നെ സൗകര്യമുള്ള സന്ദർഭത്തിലാണ് മടങ്ങി വരുന്നത്. എവിടാ പോകുന്നത്, ആരുമായിട്ടാണ് ബന്ധം, ഏത് വീട്ടിലാണ് പോയതെന്നൊന്നും വീട്ടുകാർക്ക് അറിയില്ല. അതിനെ നേരത്തെ ഇതുപോലെ പോകുന്നതിനെ പറ്റിയൊക്കെ ചോദ്യം ചെയ്ത് ഇപ്പം വീണ്ടും പോയി വന്നപ്പോഴാണ് പിടിവലിയും അടിപിടിയും ആയത്. ആ പെൺകുട്ടി വിളിച്ചു കാണുമായിരിക്കും, കഴുത്ത് പിടിച്ച് ഞെരിച്ചു. അപ്പോൾ മരണമടഞ്ഞു എന്നാണ് കുറ്റം. ഏതായാലും ജോസ്മാൻ സമ്മതിച്ചിട്ടുണ്ട്. തൻ്റെ ഭാര്യയ്ക്കും ഇതിനകത്ത് റോളില്ല എന്ന് പറഞ്ഞെങ്കിലും പോലീസ് അത് കണക്കാക്കുന്നില്ല. കാരണം ആ കൊലപാതകത്തിൻ്റെ ശ്രമം 2 പേരുണ്ടെങ്കിലേ നടക്കുകയുള്ളൂ എന്ന് പോലീസിന് തോന്നിയിട്ടുണ്ട്. അതിലെ ചില തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമം രാത്രി ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ഫാബ്രിക്കേറ്റർ കഥയുണ്ടാക്കി ആ പെൺകുട്ടി രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന സമയത്ത് എങ്ങനെയോ മരിച്ചു, അല്ലെങ്കിൽ വീട്ടിലെ ആൾക്കാർ അതുകൊണ്ടാണ് നിലവിളിച്ചത് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമം നടന്നെങ്കിലും അത് മണ്ണഞ്ചേരി പോലീസിനടുത്ത് ചിലവായില്ല. അത് മാണ്ടറായിട്ട് വന്നു. ജോസ്മാനെയും അതുപോലെ ഭാര്യ ജെസ്സിയെയും അവരുടെ ഭാര്യയുടെ സഹോദരൻ അയാളെ സേവിയറിനെയും കൂടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ കുടുംബങ്ങളിൽ നടക്കുന്ന ഇതുപോലെയുള്ള സംഭവങ്ങൾ കൈവിട്ട് പോകും. വയലൻസിലോട്ട് കയറി കഴിയുമ്പോൾ പലരും കൈവിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഈ മകളെ കൊല്ലാനായിരുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. അവിടെ പിതാവ് ആ മകളുടെ രാത്രിയുള്ള സഞ്ചാരം അതിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പം പിടിവലിയും വഴക്കവും ഉണ്ടായി. അങ്ങനെയാണ് അബദ്ധവശാൽ കഴുത്ത് പിടിച്ച് ഞെരിച്ചു. അവൾ നിലവിളിച്ചിട്ടുണ്ടാവണം. അപ്പം കഴുത്ത് പിടിച്ച് ഞെരിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ സെർവൈക്കൽ ബോണിന് ഫ്രാക്ചർ വരാം. അതുപോലെ തന്നെ അവിടുത്തെ വെയിന് അവിടെ കട്ട് ചെയ്ത് പോകാം, ബ്ലീഡിങ് ഉണ്ടാകാം. ഏതായാലും പെൺകുട്ടി അന്നേരം തന്നെ കുഴഞ്ഞു വീണും മരിച്ചു. നാടകീയത രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന സമയത്ത് രാവിലെ നോക്കിയപ്പം മരിച്ചു കിടക്കുന്നു എന്നുള്ള രീതിയിൽ കഥ പ്രസൻറ്റ് ചെയ്തു. അത് പൊളിയുകയും ചെയ്തു. ഈ സംഭവത്തിന് മണ്ണഞ്ചേരി പോലീസ് ഇപ്പം അവരെ 3 പേരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്.